ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാദം ശ്രുതികളിൽ വീണു തുറക്കും അക്ഷിയെന്നും യഥമിയലും യതിവര്യനായിടേണം. ഇതാ മറ്റൊരു മനോഹരമായ പദ്യം. ഇതിലെ ബിംബകൽപ്പനയൊന്ന് നോക്കൂ. അതിവിശാലമായ ഒരു മരുഭൂമി. നാം ആ മരുഭൂമിയിലാണ്, ചുട്ടുപൊള്ളുന്നുണ്ട്, ആകെ വിഷമസ്ഥിതിയിലാണ്. പെട്ടെന്ന് ഒരു നദി അവിടെ പൊട്ടിപ്പുറപ്പെടുന്നു. മാത്രമല്ല അത് അവിടമാകെ പരക്കുകയും ചെയ്യുന്നു. അസഹനീയമായ ഉഷ്ണത്തിലേക്ക് ജലസ്പർശത്തിന്റെ കുളിർമ. നാം അപ്പോൾ എത്ര ശാന്തിയിലാകും, എത്ര ആനന്ദത്തിലാകും, എത്രമാത്രം അത്ഭുതാദരങ്ങളിലാകും. ഇതുപോലെയാണ് നാം യമം ശീലമാക്കി ആത്മസാക്ഷാത്കാരത്തിലേക്ക് ചരിക്കുമ്പോഴുള്ള അനുഭവം. യമനം ശീലമാക്കിയ ഒരു യതിവര്യന് സത്യാന്വേഷിക്ക് അദ്ദേഹത്തിന്റെ ശ്രുതികളിലേക്ക് ഒരു നാദം വന്ന് പതിക്കുന്നു. പ്രണവധ്വനി, ഓങ്കാരമാണ് ആ നാദം. അത് വന്ന് പതിക്കുന്നതോടെ അദ്ദേഹത്തിന്റെ അക്ഷികൾ, മിഴികൾ തുറക്കാൻ തുടങ്ങുന്നു. ഇത് ഒരു ആത്മാന്വേഷിയുടെ അനുഭവമാണ്. ജീവിതം എന്നത് ദുഃഖമയമാണ്. ഈ ജീവിതത്തിൽ നാം എത്ര സന്തോഷത്തിന് ശ്രമിച്ചാലും അത് താൽക്കാലികം മാത്രമായി നിലനിൽക്കുകയേ ഉള്ളൂ. കുറച്ചു നേരത്തേക്ക് ഒരു ആനന്ദത്തിന്റെ പ്രതീതി തന്നേക്കാം. വളരെ പെട്ടെന്ന് അത് നമ്മെ തിരികെ ദുഃഖത്തിലേക്ക് നടത്തും. അപ്പോൾ നാം അനുഭവിച്ച ആനന്ദങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതാകും. ഇതാണ് അധിക വിശാലമായ മരുപ്രദേശം എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ജീവിതവും അതിൻ്റെ ബോധമണ്ഡലത്തിൽ ചുട്ടുപൊള്ളുകയാണ്. ഏവരും ഒരൽപ്പം ദാഹനീര്, ഒരൊറ്റ കുളിരുള്ള ജലം തിരയുകയാണ്. ആ തിരച്ചിലിൽ നാം ചെന്നുപറ്റുന്നത് അതിലും ദുഃഖങ്ങൾ പകരുന്ന ഇടങ്ങളിലേക്കാണ്. അതിനാൽ ഗുരു പറയുന്നു, അതിവിശാലമായ മരുഭൂമിയായി തീർന്ന ബോധമണ്ഡലത്തെ ആധ്യാത്മികതയിലേക്ക് തിരിക്കൂ. ശരിയായ മനോനിയന്ത്രണം നേടി ആത്മാന്വേഷിയാകൂ. തീർച്ചയായും കാതിന് കാതായ ആന്തരിക കർണത്തിൽ ഒരു ഓങ്കാരനാദം ഉണരും. അതൊരു സംഗീതം പോലെ പരക്കും. അനന്തമായ തിരക്കുകൾക്ക് ഇടവേള നൽകി അന്ധകരണത്തിലെ ആ സംഗീതം ഒരൽപ്പം ആസ്വദിക്കൂ. തീർച്ചയായും അത് നമ്മുടെ അകക്കണ്ണിനെ തുറപ്പിക്കും. നാം ഇതേവരെ കണ്ടതും കേട്ടതുമൊന്നുമല്ല ജീവിതമെന്ന അവബോധത്തിലേക്ക് ഉണരും. അപ്പോൾ ഉള്ളിൽ ഉടലെടുക്കുന്ന ആനന്ദം ഒരു നാളും ദുഃഖത്തിന്റെ കരയിൽ കയറി വിശ്രമിക്കില്ല. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോകൂ എന്ന് ഗുരുമൊഴിയുന്നു. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാനും ഓർമ്മപ്പെടുത്തുന്നുണ്ട്.